നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ. ഇന്ന് നമ്മൾ അഞ്ചാമത്തെ യൂണിറ്റായ എംബ്രേസിംഗ് എമ്പതിയിലെ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്ന പോയമാണ് പഠിക്കുന്നത്. അമേരിക്കൻ ഫോക്ക് റോക്ക് മ്യൂസീഷ്യൻസായ പോൾ സൈമണും അതുപോലെ ആർട്ട് ഗർഫങ്കലും ചേർന്നിട്ടാണ് ഈ പോയം രചിച്ചിരിക്കുന്നത്. ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്ന പോയം ഒരു ആലങ്കാരികമായ ആഖ്യാനമാണ്. അതായത് കലങ്ങി മറിഞ്ഞ വളരെ പ്രക്ഷുബ്ധമായ ജലത്തിൻ്റെ മുകളിലൂടെയുള്ള ഒരു പാലം തൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യുന്നവരെ ഭയം കൂടാതെ പേടി കൂടാതെ ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് എങ്ങനെയാണോ സഹായിക്കുന്നത്, അതുപോലെ നാം സ്നേഹിക്കുന്നവരെ അവർക്ക് പല ജീവിത പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപൂർവ്വം മുൻപോട്ട് പോകാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന ആഹ്വാനമാണ് ഈ പോയത്തിലൂടെ നൽകുന്നത്. ഇനി നമുക്ക് വരികളുടെ അർത്ഥം നോക്കാം. വെൻ യു ആർ വിയറി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തളർന്ന, ക്ഷീണിച്ച എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. വെൻ യു ആർ വിയറി, നീ ശാരീരികമായും മാനസികമായും അങ്ങേയറ്റം തളർന്ന അവസ്ഥയിൽ. ഫീലിംഗ് സ്മോൾ, നീ വളരെ ചെറുതായി പോകുന്ന അല്ലെങ്കിൽ ഒന്നുമല്ലാതായി തീരുന്ന അവസരങ്ങളിൽ. വെൻ ടിയേഴ്സ് ആർ ഇൻ യുവർ ഐസ്, നീ അതിയായ ദുഃഖത്താൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ. ഐ വിൽ ഡ്രൈ ദ മോൾ, അതെല്ലാം ഞാൻ ഒപ്പിയെടുക്കും, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഐ ആം ഓൺ യുവർ സൈഡ്, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഓ വെൻ ടൈംസ് ഗെറ്റ് റഫ്, ജീവിതം കൂടുതൽ കാഠിന്യമുള്ളതായി തീരുമ്പോൾ. ആൻഡ് ഫ്രണ്ട്സ് ജസ്റ്റ് കനോട്ട് ബി ഫൗണ്ട്, ജീവിതത്തിൽ ആരാരുമില്ലാതായി തീരുമ്പോൾ, അല്ലെങ്കിൽ സ്നേഹിതരോ മറ്റാരെങ്കിലുമോ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്കായി തീരുമ്പോൾ. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ, കലങ്ങി മറിഞ്ഞ പ്രക്ഷുബ്ധമായ ജലത്തിന് മീതെയുള്ള ഒരു പാലം പോലെ. ഐ വിൽ ലേ മീ ഡൗൺ, ഞാൻ എന്നെ തന്നെ മറന്നുകൊണ്ട് നിന്നെ സഹായിക്കും. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ലേ മീ ഡൗൺ. വെൻ യു ആർ ഡൗൺ ആൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ നീ അങ്ങേയറ്റം താഴ്ത്തപ്പെട്ട് ഇല്ലാതായി തീരുന്ന അവസരങ്ങളിൽ. വെൻ യു ആർ ഓൺ ദ സ്ട്രീറ്റ്, അതായത് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോഴും. വെൻ ഈവനിങ് ഫോൾസ് സോ ഹാർഡ്, ജീവിതത്തിൽ നമുക്കുള്ള പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുമ്പോഴും. ഐ വിൽ കംഫോർട്ട് യു, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഐ വിൽ ടേക്ക് യുവർ പാർട്ട്, ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും, അല്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി നിലകൊള്ളും. ഓ വെൻ ഡാർക്ക്നെസ് കംസ്, ജീവിതം ഇരുളടഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ ജീവിതം അന്ധകാരത്തിലായി തീരുമ്പോൾ. ആൻഡ് പെയിൻ ഈസ് ഓൾ അറൗണ്ട്, ജീവിതം മുഴുവൻ വേദന കൊണ്ട് നിറയുമ്പോൾ അല്ലെങ്കിൽ ദുരിതപൂർണമാകുമ്പോൾ. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ലേ മീ ഡൗൺ, കലങ്ങി മറിഞ്ഞ പ്രക്ഷുബ്ധമായ ജലത്തിന് മുകളിലുള്ള പാലം പോലെ ഞാൻ നിന്നെ സഹായിക്കും. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ലേ മീ ഡൗൺ. സെയിൽ ഓൺ സിൽവർ ഗേൾ, സിൽവർ ഗേൾ എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ വിഷമാവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ആ വ്യക്തിയോട് പറയുകയാണ്, നീ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോവുക, പ്രതിബന്ധങ്ങളെ മറന്ന് നീ മുമ്പോട്ട് പോവുക. സെയിൽ ഓൺ ബൈ, നീ ധൈര്യപൂർവ്വം മുൻപോട്ട് പോവുക. യുവർ ടൈം ഹാസ് കം ടു ഷൈൻ, നിനക്ക് തിളങ്ങാനുള്ള സമയം എത്തിക്കഴിഞ്ഞു. അതായത് നിന്റെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറി ഒരു ഉയർച്ചയും ഒരു സന്തോഷവും ഒക്കെ ലഭിക്കാനുള്ള സമയം ആഗതമായിരിക്കുന്നു. ഓൾ യുവർ ഡ്രീംസ് ആർ ഓൺ ദെയർ വേ, നിന്റെ സ്വപ്നങ്ങളൊക്കെയും സാക്ഷാത്കരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിന്റെ സ്വപ്നങ്ങളൊക്കെ പൂവണിയാൻ പോകുന്നു. സി ഹൗ ദ ഷൈൻ, നിന്റെ സ്വപ്നങ്ങളൊക്കെ മിന്നി തിളങ്ങുന്നത് നീ കാണുക. ഓ ഇഫ് യു നീഡ് എ ഫ്രണ്ട്, നിന്റെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ നിനക്കൊരു കൂട്ടുകാരനെ വേണമെങ്കിൽ, അതായത് ഒരു കൂട്ടുകാരൻ്റെ സഹായം ആവശ്യമാണെങ്കിൽ. ഐ ആം സെയിലിംഗ് റൈറ്റ് ബിഹൈൻഡ്, ഞാൻ നിന്റെ
തൊട്ടു പിറകിൽ തന്നെയുണ്ട്. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ, പ്രക്ഷുബ്ധമായ ജലത്തിനു മീതെയുള്ള പാലം പോലെ, ഐ വിൽ ഈസ് യുവർ മൈൻഡ്, ഞാൻ നിന്റെ മനസ്സിനെ ശാന്തമാക്കും. ഇനി നമുക്ക് പോയത്തിൻ്റെ രചയിതാക്കളെ പരിചയപ്പെടാം. സൈമൺ ആൻഡ് ഗർഫങ്കൽ വേർ ആൻ അമേരിക്കൻ ഫോക്ക് റോക്ക് ഡുയോ കൺസിസ്റ്റിംഗ് ഓഫ് സിംഗർ സോങ് റൈറ്റർ പോൾ സൈമൺ ആൻഡ് സിംഗർ ആർട്ട് ഗർഫങ്കൽ. സൈമൺ ആൻഡ് ഗർഫങ്കൽ അവർ ഇരുവരും അമേരിക്കൻ ഫോക്ക് റോക്ക് മ്യൂസീഷ്യൻസ് ആയിരുന്നു. അതിൽ പോൾ സൈമൺ ഒരു ഗായകനും ഗാനരചയിതാവുമാണ്. അതുപോലെ തന്നെ ആർട്ട് ഗർഫങ്കൽ ഒരു ഗായകനാണ്. They rank as one of the best-selling music acts of 1960s. 1960കളിലെ ഏറ്റവും പ്രചാരമേറിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പാട്ടുകളുടെ സൃഷ്ടാക്കളാണ് അവർ ഇരുവരും. Their most famous songs include The Sound of Silence 1965, Mrs. Robinson 1968, and Bridge Over Troubled Water 1970. The Sound of Silence, Mrs. Robinson, Bridge Over Troubled Water എന്നീ ഗാനങ്ങൾ അവരുടെ പ്രസിദ്ധമായ ഗാനങ്ങൾ ചിലതാണ്. അങ്ങനെ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്ന ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സും അതുപോലെ തന്നെ ആക്ടിവിറ്റീസുമായിട്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഈ വീഡിയോ പ്രയോജനപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക്